നമസ്കാരം, ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എക്സസൈസ് 9.3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. Given a cylindrical tank, in which situation will you find surface area and in which situation volume? A. To find how much it can hold. To find how much it can hold, and B. Number of cement bags required to plaster it, and C. To find a number of smaller tanks that can be filled with water from it. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു സിലിണ്ടറിക്കൽ ടാങ്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സർഫസ് ഏരിയ ഇവിടെ സബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഏതിലാണ് സർഫസ് ഏരിയ കാണേണ്ടത്, ഏതിലാണ് അതിൻ്റെ വോളിയം കാണേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നോക്കുന്നത് ടു ഫൈൻഡ് ഹൗ മച്ച് ഇറ്റ് ക്യാൻ ഹോൾഡ്. അതായത് ഈ ഒരു സിലിണ്ടർ ടാങ്കിൽ എത്രമാത്രം ലിക്വിഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു സിലിണ്ടറിൽ എത്രമാത്രം ലിക്വിഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതായത് സിലിണ്ടറിന്റെ കപ്പാസിറ്റിയാണ്. സിലിണ്ടറിന്റെ കപ്പാസിറ്റി മീൻസ് അതിന്റെ വോളിയമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വരുന്നത് വോളിയമാണ്. A is volume of cylinder. To find volume of cylinder. To find volume of cylinder. Then B. Number of cement bags required to plaster it. Number of cement bags required to plaster it. എത്ര എണ്ണം സിമെന്റ് ബാഗ്സ് ആവശ്യമാണ് ഇത് പ്ലാസ്റ്റർ ചെയ്യാൻ ഈ ഒരു സിലിണ്ടറിക്കൽ ടാങ്ക് പ്ലാസ്റ്റർ ചെയ്യാൻ എത്ര സിമെന്റ് ബാഗ്, നോട്ട് സിമെന്റ്, ഇറ്റ് ഈസ് എ സിമെന്റ് ബാഗ്. സിമെന്റ് ബാഗ് ഉപയോഗിച്ച് ഈ ഒരു സിലിണ്ടറിക്കൽ ടാങ്ക് നമ്മൾ ഒട്ടിക്കുകയാണ്. സിലിണ്ടറിക്കൽ ടാങ്ക് പ്ലാസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇതിന്റെ പുറത്തുകൂടെ, അതായത് ഇതിന്റെ സർഫസ് ഏരിയ, പുറമേയുള്ള ഒരു സോളിഡ് ഷേപ്പിന്റെ പുറമേയുള്ള ടോട്ടൽ ഏരിയ ആണ് അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇതിന്റെ സർഫസ് ഏരിയ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ബി ഈസ് സർഫസ് ഏരിയ. Surface area of a cylindrical tank. Next, to find the number of smaller tanks that can be filled with water from it. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സ്മോളർ ടാങ്ക്സ് ആണ്. ഈ സിലിണ്ടറിക്കൽ ടാങ്കിലുള്ള വെള്ളം ചെറിയ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ എത്ര ചെറിയ ടാങ്ക് ആവശ്യമായി വരും. ഇതൊരു വലിയ ടാങ്കാണ്. ഈ വലിയ ടാങ്കിലുള്ള വെള്ളം ചെറിയ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ എത്ര എണ്ണം ചെറിയ ടാങ്ക് ആവശ്യമായി വരും എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ വെള്ളത്തിന്റെ അളവ്, വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വലിയ ടാങ്കിലുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ചെറിയ ടാങ്കിലുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും കണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് കിട്ടും? നമ്പർ ഓഫ് ടാങ്ക്സ് കിട്ടും, സ്മോളർ ടാങ്ക്സ് കിട്ടും. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക്. ദെൻ അതുപോലെ തന്നെ സ്മോളർ ടാങ്കിന്റെയും വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം ഇവ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ടാങ്ക് കിട്ടും. സോ സി ഈസ് വോളിയം ഓഫ്
C is the volume of cylindrical tank. Volume of cylindrical tank. So first volume of a cylinder ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then B is surface area ആണ്. Then C also volume. Then എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു.